മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴുത്ത ചക്ക കൊണ്ടൊരു ഒന്നാം തരം റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ചക്കയട അതീവ രുചികരമായ വിഭവമാണിത്. ഏതൊരു കാലാവസ്ഥയിലും എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ രുചികരവും ആരോഗ്യപ്രദവുമായ നാടൻ വിഭവമാണിത്. അതിനു വേണ്ട ചേരുവകൾ: നന്നായി പഴുത്ത ചക്ക ആവശ്യത്തിന്. ഞാനിവിടെ ഇതിനൊരു പാത്രം പഴുത്ത ചക്കയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര എടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് മറ്റു ചേരുവയുടെ അളവ് കൂട്ടിയാൽ മതി. അരിപ്പൊടി 500 ഗ്രാം, ശർക്കരച്ച് 500 ഗ്രാം, അണ്ടിപ്പരിപ്പ് 10 എണ്ണം, നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കിയത് 1 മുറി, ഈന്തപ്പഴം 10 എണ്ണം, ഏലക്കായ 15 എണ്ണം, നല്ല ജീരകം 1 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായ ശേഷം 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ചൂടായ നെയ്യിലേക്ക് അരിഞ്ഞു വെച്ച പഴുത്ത ചക്ക ചേർത്ത് കൊടുക്കുക. ചക്ക നന്നായി വരട്ടിയെടുക്കണം. 30-40 മിനിറ്റോളം സമയമെടുക്കും ചക്ക പാകമാവാൻ. അതുവരെ തുടർച്ചയായി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. ചക്ക നന്നായി പാകമായാൽ ഏലക്കായ പൊടിച്ചതും ജീരകം പൊടിച്ചതും അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയതും ഈന്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കുക. എല്ലാ ചേരുവയും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ചട്ടുകം കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കും. തുടർച്ചയായി ഇളക്കി കൊടുക്കണം. അതിലേക്ക് നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ചേരുവകളും ഒരുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചക്ക നന്നായി പാകമായാൽ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കണം. മറ്റൊരു പാത്രം അടുപ്പിൽ വെക്കുക. ശർക്കര അതിലേക്കിട്ട് നന്നായി ഉരുക്കിയെടുക്കണം. അല്പം വെള്ളമൊഴിച്ചു കൊടുക്കുക. ശർക്കര നന്നായി ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്ത ശർക്കര വരട്ടി വെച്ച ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക. ചട്ടുകം കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ചേരുവകളും ഒരുപോലെ മിക്സ് ആവണം. ചൂടാറിയ ശേഷം അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ചട്ടുകം കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് വാഴയിലയിൽ പരത്തിയെടുക്കണം. ആവിയിൽ വേവിച്ചെടുക്കാനുള്ള പാത്രം അടുപ്പിൽ വെക്കുക. അതിലേക്ക് ഇലയിൽ പരത്തി വെച്ച അടകൾ ഓരോന്നായി വെച്ച് കൊടുക്കണം. 20 മിനിറ്റോളം സമയമെടുക്കും അതെല്ലാം വെന്തു പാകമാവാൻ. എല്ലാ അടകളും ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കണം. വളരെ സ്വാദിഷ്ടമായ ചക്കയട റെഡിയായി. ദിവസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുമിത്. വറുത്തതും പൊരിച്ചതുമൊക്കെ പരമാവധി ഒഴിവാക്കി ഇതുപോലുള്ള നാടൻ ഭക്ഷണങ്ങൾ വല്ലപ്പോഴുമെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു സൂപ്പർ വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.